എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ലാസ്റ്റ് കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ എക്സാമിന് 73rd റാങ്ക് നേടാൻ സാധിച്ചു. ഇതെനിക്ക് ഒരിക്കലും ഒരു പേഴ്സണൽ വിന്നായിട്ട് കൺസിഡർ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എനിക്ക് ഇതിൽ ഒരുപാട് പേരോട് താങ്ക്സ് പറയാനുണ്ട്. എൻ്റെ പാരൻസ്, പിന്നെ എൻ്റെ സാറുമാർ, എല്ലാവരോടും. അല്ല, എസ്പെഷ്യലി എനിക്ക് താങ്ക് ചെയ്യേണ്ട അനുദീപ് സാറിനോടാണ്. ബിക്കോസ് സാറിന്റെ റോൾ എൻ്റെ ഒരു PSC ജേർണിയിൽ ഭയങ്കര വലുതായിരുന്നു. ബിക്കോസ് ഞാൻ ഈ PSC ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടേ എനിക്ക് സാറിനെ അറിയാം. അപ്പ തൊട്ട് സ്റ്റിൽ കണ്ടിന്യൂയിങ് ഹി ഈസ് ബീങ് മൈ മെന്റർ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊരു ലൈക്ക് പ്രിപ്പറേഷൻ റിലേറ്റഡ് ആണെങ്കിലും ലൈക്ക് സ്ട്രെസ്ഡ് ഔട്ട് ആവുന്ന സമയത്ത് എന്തുണ്ടെങ്കിലും ഞാൻ സാറിനെയാണ് കോൺടാക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ലൈക്ക് ഈ ഒരു എക്സാം റിലേറ്റഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിലിംസ് ടൈമിൽ ആ സമയത്താണെന്ന് തോന്നുന്നു സാർ ഫുൾ ഫ്ലെജ് ആയിട്ട് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഐ വാസ് വൺ അമംഗ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു പർച്ചേസ് ദാറ്റ് കോഴ്സ്. അപ്പോൾ ഞാൻ അത് തന്നെ ആയിരുന്നു പ്രിലിംസ് കംപ്ലീറ്റ്ലി റിലേ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായെന്ന് തോന്നുന്നു. ബിക്കോസ് ആ ഒരു കോഴ്സിൽ മാത്രമായിട്ട് റിലേ ചെയ്തിട്ട് എനിക്കൊരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു സ്കോർ എനിക്ക് പ്രിലിംസിൽ ആദ്യമായിട്ട് നേടാൻ സാധിച്ചു. അതിന് മുമ്പ് ഞാൻ പ്രിലിംസ് അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഐ മാനേജ് ടു ക്വാളിഫൈ ദാറ്റ് എക്സാം. ബട്ട് ഇത്രയും വലിയൊരു സ്കോർ എനിക്ക് കിട്ടിയിട്ടില്ല അതിനു മുമ്പ്. അപ്പോൾ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും സാറിന്റെ കോഴ്സ് മാത്രം റിലേ ചെയ്തിട്ടാണ് എനിക്ക് അത്രയും വലിയൊരു സ്കോറിലോട്ട് എത്താൻ സാധിച്ചത്. പിന്നെ കോഴ്സ് മാത്രമല്ല, ടെസ്റ്റ് സീരീസ്, അതിനെപ്പറ്റി ഞാൻ മെൻഷൻ ചെയ്യേണ്ടതാണ്. ബിക്കോസ് ഇറ്റ് വാസ് റിയലി ഗുഡ്. ആ ഒരു ടൈമിൽ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു റിവിഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആ ഒരു ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് സോ ഗുഡ്. ബിക്കോസ് അത് സാറിന്റെ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ അറിയാൻ സാധിക്കും. ബിക്കോസ് അതിൽ ഒരു ക്വസ്റ്റ്യന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞൊരു 1 or 2 പേജസ് കാണും. അപ്പോൾ നമുക്ക് ആക്ച്വലി ആ ഒരു ടെസ്റ്റ് സീരീസ് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ആകത്തക്ക രീതിയിലാണ് ആ ഒരു സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി സാധനമാണ് സാറിന്റെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. ഒരു റിവിഷൻ മെറ്റീരിയൽ തന്നെയാണ്. ഞാനത് ഏറ്റവും കൂടുതൽ സാറിന്റെ ആ ഒരു മെറ്റീരിയൽ റിലേ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനത്. അപ്പൊ അതാണ്. പിന്നെ വെൻ ഇറ്റ് കംസ് ടു ഇന്റർവ്യൂ, സാറിന്റെ ഒരു റോൾ അത് ഭയങ്കര വലുതായിരുന്നു. ഞാൻ വണ്ടടിച്ചു പോയ ഒരു കാര്യമാണ്. ബിക്കോസ് സാറ് ആ ഒരു ടൈമിൽ എനിക്ക് പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ബോർഡ് ഡയറക്റ്റ്ലി എന്നിട്ട് ചോദിച്ചാൽ, ഇന്റർവ്യൂയുടെ തുടക്കത്തിൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ ലൈക്ക് എനിക്ക് ആ ഒരു ഇന്റർവ്യൂ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ബിക്കോസ് ഇറ്റ് വാസ് എ പോസിറ്റീവ് സ്റ്റാർട്ട്. അവർ പറഞ്ഞ ഒരു കാര്യം തന്നെ ലൈക്ക് എനിക്ക് ഓൾറെഡി ഞാൻ കുട്ടപ്പായിരുന്ന ഒരു കാര്യം തന്നെ അവരെന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഇറ്റ് വാസ് ലൈക്ക് എനിക്കൊരു ഗുഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു തുടക്കം തന്നെ. അപ്പൊ എനിക്ക് അത് അത്ര ടെൻഷൻ അടിക്കാതെ കാമായിട്ട് എനിക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു ആ ഒരു സമയത്ത്. അപ്പൊ എനിക്ക് പിന്നെ വേറെ കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു ചെറിയൊരു ഓവർ തിങ്കറാണ്. അപ്പം ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഒന്ന് സ്ട്രെസ്ഡ് അപ്പ് ആവും എക്സാം റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അനുദീപ് സാറാണ്. അപ്പം സാർ അതിന് കാമായിട്ട് എനിക്ക് റിപ്ലൈ തരും, എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ തരും, ഒരു ക്ലിയർ വേ പറഞ്ഞു തരും. ഇതൊക്കെ എനിക്ക് സാറ് നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഈ ഒരു റിസൾട്ടിലോട്ട് എത്താൻ ഒരു മേജർ പോർഷൻ ഹെൽപ്പ് എനിക്ക് സാർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ സാറിന് വളരെയധികം നന്ദിയുണ്ട് ആ ഒരു കാര്യത്തിൽ.